ഏശയ്യായുടെ പുസ്തകം 62-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ഓ നല്ല ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ചേർത്ത് പിടിക്കണമേ. നന്മ നിറഞ്ഞ ഒരു ദിനം ഞങ്ങൾക്ക് നൽകണമേ. വലിയ നന്മകളാൽ ഇന്നേ ദിനം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും പിതാവേ ഞങ്ങളെ കാത്തുപാലിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, വിവേകത്തിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിനം വലിയ തിന്മകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ദേവാലയത്തിൽ നിന്നും വൈദികരിൽ നിന്നും അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മൂലം മുറിവേൽപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നുപോയ മക്കളുടെ സൗഖ്യത്തിനും തിരിച്ചുവരവിനുമായി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പള്ളിയിൽ പോകാതെ കൂദാശ ജീവിതമൊക്കെ വിട്ടുപേക്ഷിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിനായിട്ട് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ദൈവകൃപയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, അധികാരികൾ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തെ ഭരിക്കുകയോ ക്രമപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളോട് വലിയ കരുണയും സ്നേഹവും തോന്നുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിടങ്ങളിൽ ഒത്തിരി വേദന അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ഇവരെ ഓർത്തി സമയം പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കണമേ. ദൈവപരിപാലനയുടെ അരൂപി ഞങ്ങളിൽ നിറയണേ. ദൈവസ്നേഹത്തിൻ്റെ തണലിലായിരിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം മുഴുവനും. കർത്താവെ, അവിടുന്ന് ഏറ്റെടുക്കണമേ. യെശയ്യായുടെ പുസ്തകം 54:8 വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. ഈശോയെ, നിന്റെ കരുണ ഞങ്ങളെ വഴി നടത്തട്ടെ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ. എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു. എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ. എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു. നമ്മുടെ പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ആബാ പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ 2-ാം ദിവസമാണിത്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ 3 നിയോഗം ഒരു നിമിഷം നമുക്ക് മൗനമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് 9 പ്രാവശ്യം ചൊല്ലി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ,
അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.